മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കിലെ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിലെ ഊർങ്ങാട്ടിരി വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 27ൽപ്പെട്ട 208/1-5, 208/1-1, 208/1-2, 208/1, 208/1-3, 209/1-2 എന്നീ റീസർവേ നമ്പറുകളിൽ 2.729 ഹെക്ടർ സ്ഥലത്ത് PM അബ്ദുൽ ഷുക്കൂർ, മാനേജിംഗ് ഡയറക്ടർ MS മിസ്റ്റർ PMR ഗ്രാനൈറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് 3/3/2 PM ആർക്കേഡ് മേൽമുറി മലപ്പുറം 676517 ആരംഭിക്കുവാനുദ്ദേശിക്കുന്ന കരിങ്കൽ ധാതുഖനന പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതു തെളിവെടുപ്പ്. സ്ഥലം വൈറ്റ് റോസ് കൺവെൻഷൻ സെൻറ്റർ, തച്ചണ്ണ, പൂവത്തിക്കൽ, മൈത്ര PO മലപ്പുറം 673639. തീയതി 2025 സെപ്റ്റംബർ 17 ബുധനാഴ്ച. സ്ഥലം രാവിലെ 11 മണിക്ക്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനു വേണ്ടി എൻവയോൺമെൻ്റൽ എഞ്ചിനീയർ, മലപ്പുറം ജില്ല. ഇത് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ പുതുതായി വരുന്ന ഒരു ക്വാറിയുടെ കരിങ്കൽ ധാതുഖനന പദ്ധതിയുടെ ഒരു ഹിയറിംഗ് ആണ്. ഈ ഹിയറിംഗ് വാസ്തവത്തിൽ സാധാരണ രീതിയിൽ നമ്മുടെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ നിലവിൽ ഒരുപാട് കോറികളുണ്ട്. ഒന്ന് PMR ഗ്രാനൈറ്റ് അഥവാ PMR ക്രഷർ, അതേപോലെ തന്നെ സാൻഡ് യൂണിറ്റ്, അതുപോലെ തന്നെ മിക്സിംഗ് പ്ലാന്റ്, കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ്, അതുപോലെ തന്നെ നമ്മുടെ ആനപ്പാറ ക്രഷർ, അതുപോലെ തന്നെ കാട്ടിയാട് പോയിൽ കോറി. അങ്ങനെ ഒരു 5-6 കോറികൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിന് പുറമെയാണ് വീണ്ടും ഒരു കോറിയുടെ ഹിയറിംഗ് ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഹിയറിംഗ് കഴിഞ്ഞതാണ് ഒരു കോറിക്ക് വേണ്ടി. ആ കോറി നമ്മളെല്ലാവരും വേക്കോടുള്ള ജനത മുഴുവൻ അവിടെ പോയി ഹിയറിങ്ങിൽ പങ്കെടുത്തു, ശക്തമായി എതിർത്തു. പക്ഷേ അത് പൂർണ്ണാധികം ശക്തിയോടെ അതിന് ലൈസൻസ് കൊടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ഇതിന് വീണ്ടും ഇതുപോലെ ഒരു കോറിക്ക് വേണ്ടി ഒരു ലൈസൻസിന് വേണ്ടി അപേക്ഷ വീണ്ടും വന്നിരിക്കുന്നു. ഇത് ജനങ്ങളോടുള്ളൊരു അനീതിയാണ്. ഇവിടെ അടിക്കടി കോറികൾ കൊണ്ടുവന്ന് ഈ 5-ാം വാർഡിനെ ഇല്ലായ്മ ചെയ്യുന്നൊരു പ്രവണത ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാശിയാണ് കാണുന്നത്. അതുകൊണ്ട് സെപ്റ്റംബർ 17 എന്ന ദിവസത്ത് നമ്മുടെ വൈറ്റ് റോസ് കൺവെൻഷൻ സെൻറ്ററിൽ ചെന്നുകൊണ്ട് ശക്തമായി ഇതിനെ എതിർക്കേണ്ടതുണ്ട്. നഖശിഖാന്തം നാട്ടിലെ ഒന്നടങ്കം ആളുകൾ ഇതിനെ എതിർക്കേണ്ടതുണ്ട്. ഈ കോറി വന്നു കഴിഞ്ഞാൽ ഇവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാണ്, കുടിവെള്ളം രൂക്ഷമാണ്, അതുപോലെ തന്നെ ഒരുപാട് വീടുകൾ അടുത്തുണ്ട്. ഇതെല്ലാവർക്കും ഇതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് മറക്കാതെ തന്നെ വേക്കോട് ജനത ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കേണ്ടതുണ്ട്.